ിലേക്ക് പോവുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ കേരളം ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്ത വിഷയങ്ങളിൽ ഒന്നായിരുന്നു ചലച്ചിത്ര കോൺക്ലേവ് വേദിയിൽ അടൂർ നടത്തിയ പ്രസംഗം. അടൂരിന്റെ പ്രസംഗത്തിലെ ശരികേട് ആ വേദിയിൽ ചോദ്യം ചെയ്യാൻ ഒരൊറ്റ ശബ്ദമേ ഉയർന്നുള്ളൂ. ആ ശബ്ദം നമ്മളൊക്കെ ഏറെ ഇഷ്ടപ്പെടുന്ന പല പാട്ടുകളും പാടിയ ശബ്ദമാണ് ശ്രീമതി പുഷ്പവതി പൊയ്പാടത്ത്. അടൂർ ഹൂ ഇസ് ഷീ എന്ന് ചോദിച്ചപ്പോൾ കേരളം ഒന്നടങ്കമാണ് ആരാണ് പുഷ്പവതി എന്ന് പറഞ്ഞുകൊടുത്തത്. കേരള സംഗീത നാടക അക്കാദമി ഉപാധ്യക്ഷ, സംഗീതജ്ഞ, സംഗീത സംവിധായിക, ഗാനരചയിതാവ്. ഇനിയും അറിയാത്തവരുണ്ടെങ്കിൽ ചുരുക്കി പറയാം, പോരാട്ടത്തിന്റെ മറ്റൊരു പേരാണ് പുഷ്പവതി. സ്വാഗതം. ഏറെ സന്തോഷത്തോടെ അഭിമാനത്തോടെ സ്വാഗതം ചെയ്യുന്നു ന്യൂസ് 3യിലേക്ക്. ഹലോ, നമസ്കാരം. ഈ കഴിഞ്ഞ ദിവസങ്ങൾ കുറച്ച് കേൾക്കുന്നുണ്ടോ? ഞാൻ പറയുന്നത് കേൾക്കാമല്ലോ അല്ലേ? എന്നെ കേൾക്കുന്നുണ്ട്. അതെ, ഈ കഴിഞ്ഞ ദിവസമൊക്കെ ഒരുപാട് നമുക്ക് ആ വിവാദത്തിന് മറുപടി അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞും ചർച്ച ചെയ്തും ഒക്കെ പോയതാണ്. നമ്മൾ മുന്നോട്ട് എത്തിയിരിക്കുന്നു. പക്ഷേ താങ്കൾ ഉന്നയിച്ച ആ വിഷയം ചർച്ച ചെയ്യപ്പെടണമെന്ന് ഇപ്പോഴും താങ്കൾക്ക് ആഗ്രഹമുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്താണ് ആമുഖമായി പറയാനുള്ളത് ഈ ഞങ്ങളുടെ ന്യൂസ് 3യിലെത്തുമ്പോൾ? എനിക്ക് പറയാനുള്ളത്, ഞാൻ അന്ന് തന്നെ അത് പറയുകയാണ് ഉണ്ടായത്. നമുക്ക് പാർശ്വവൽക്കരിക്കപ്പെട്ട മനുഷ്യരുടെ പ്രശ്നങ്ങളെ സർക്കാരാണെങ്കിലും ഇതുപോലെ സാംസ്കാരിക നെടുനായകത്വം വഹിക്കുന്ന ആളുകളാണെങ്കിലും അതൊക്കെ ഒന്ന് പഠിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. സർക്കാർ അത് മനസ്സിലാക്കിയിട്ടാണല്ലോ ഈ ദളിത് സമൂഹം, SC/ST വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള മനുഷ്യർക്ക് മുഖ്യധാരയിലേക്ക് വരാനുള്ള ഒരവസരം കൊടുക്കണം എന്നുള്ളതുകൊണ്ടാണല്ലോ. അവർക്ക് അതിനുള്ള അവസരത്തിന് എന്താണ് കുറവുള്ളത്? പണമാണല്ലോ. ദരിദ്രരായിട്ടുള്ള മനുഷ്യരാണല്ലോ സഹായം ചോദിക്കുന്നുണ്ടാവുക അല്ലേ? സിനിമകൾ പിന്നെ എല്ലാ തരം മനുഷ്യരുടെയും ജീവിതം അഭ്രപാളികളിൽ കാണണ്ടേ? ഒരു SC/ST വിഭാഗത്തു നിന്ന് വരുന്ന, അല്ലെങ്കിൽ സ്ത്രീകളുടെ ഭാഗത്തുനിന്ന് അവർ ക്യാമറ കണ്ണിൽ കൂടി കാണുന്ന ലോകം എങ്ങനെയാണെന്നുള്ളത് എല്ലാവരും ഒന്ന് കാണട്ടെ. മുഖ്യധാരയിലേക്ക് സ്ത്രീകളും പിന്നെ ദളിതരും ഉയർന്നു വരാൻ വേണ്ടി സർക്കാർ ഏർപ്പെടുത്തിയിട്ടുള്ളൊരു പദ്ധതിയാണ് ഈ 1.5 കോടി രൂപ ധനസഹായം നൽകുക എന്നുള്ളത്, സിനിമ നിർമ്മിക്കാൻ. അപ്പോൾ അതിന് തുരങ്കം വയ്ക്കുന്ന രീതിയിൽ അദ്ദേഹം ഒരു പ്രസ്താവന അവിടെ പറഞ്ഞപ്പോൾ അത് അധികാര സ്ഥിരാകേന്ദ്രത്തിൽ നിന്നുകൊണ്ടാണ് പറഞ്ഞത് എന്നുള്ളത് കൊണ്ടാണ് എനിക്ക് കൂടുതൽ അതിന് മറുപടി കൊടുത്തേ പറ്റൂ എന്ന് തോന്നിയിട്ട് അപ്പോൾ തന്നെ അത് പ്രതികരിച്ചത്. അപ്പോൾ തന്നെ പ്രതികരിച്ചത് കൊണ്ടാണ് എല്ലാവരും അത് ശ്രദ്ധിച്ചത്. എല്ലാവരും ശ്രദ്ധിക്കുമെന്ന് വിചാരിച്ചിട്ടൊന്നുമല്ല. എൻ്റെ പ്രതിഷേധം അപ്പോൾ തന്നെ അത് രേഖപ്പെടുത്തണമെന്ന് വിചാരിച്ചു. അത് ഇത്തരത്തിൽ അത് കേരളം മുഴുവൻ ചർച്ച ചെയ്യപ്പെടുന്നൊരു വിഷയമായി തീർന്നത് മീഡിയയുടെ വലിയൊരു സപ്പോർട്ട് കൊണ്ടാണ്. അതിന് എല്ലാ മീഡിയക്കാരോടും എൻ്റെ നന്ദിയുണ്ട്. കാരണം ഇതൊരു സാമൂഹിക നീതിയുടെ പ്രശ്നമാണ്. അതുകൊണ്ടാണ് ഈ പുഷ്പവതി എന്ന് പറയുമ്പോൾ തന്നെ പോരാട്ടം എന്ന് അതിനൊപ്പം നമ്മൾ ചേർത്ത് വെക്കണം. താങ്കളുടെ ആ ഇടപെടൽ, ആ സമയം, അത് വളരെ പ്രധാനപ്പെട്ടതാണ്. താങ്കൾ പറഞ്ഞതുപോലെ ഒരുപക്ഷെ അത് പറഞ്ഞ് അദ്ദേഹം ആ വേദി വിട്ടതിന് ശേഷമാണ് താങ്കളുടെ പ്രതികരണമെങ്കിൽ ഇത്രത്തോളം അത് ശ്രദ്ധ പിടിച്ചു പറ്റില്ലായിരുന്നു, അല്ലെങ്കിൽ ചർച്ച ചെയ്യപ്പെടില്ലായിരുന്നു എന്ന് പറഞ്ഞല്ലോ. ആ സമയത്ത് ഒറ്റയ്ക്ക് എഴുന്നേറ്റ് നിൽക്കാൻ കാണിച്ചൊരു ധൈര്യമുണ്ടല്ലോ. ആ ധൈര്യമാണ് താങ്കളെ ഇന്ന് മുന്നോട്ട് നടത്തുന്നതും. എപ്പോഴും ഇങ്ങനെയായിരുന്നു? ചെറുതിലേ മുതൽ ഇങ്ങനെയായിരുന്നു? അല്ല, ഞാൻ കേരളത്തിൻ്റെ പല സാമൂഹിക വിഷയങ്ങളിലും സംഗീതം കൊണ്ട് പ്രതികരിച്ചിട്ടുള്ള ഒരാളാണ്. അത് ആരും പറഞ്ഞിട്ടല്ല ഞാൻ പ്രതികരിച്ചിട്ടുള്ളത്. ഇപ്പോൾ നമ്മുടെ കനയ്യകുമാറിനെ UAPA ചുമത്തി, കള്ളക്കേസിൽ കുടുക്കിയിട്ട് UAPA ചുമത്തിയിട്ട് തിഹാർ ജയിലിൽ അടച്ച് അദ്ദേഹം അവിടുന്ന് ജാമ്യം നേടി JNU ക്യാമ്പസിൽ വന്നിട്ട് വിളിച്ച മുദ്രാവാക്യം ഉണ്ടല്ലോ, ആ മുദ്രാവാക്യത്തെ ഞാൻ സംഗീതം ചെയ്തു പാടി ഇന്ത്യ ഒട്ടാകെ അറിയപ്പെട്ടിട്ടുണ്ട്. അത് 2016-ലായിരുന്നു. അതിനുശേഷം
പിന്നെ അതെ, ആസാദി എന്ന ആ ഒരു ഗാനം, ആ പാട്ട് ഇറങ്ങിയതിന് ശേഷം അതിൻ്റെ പിന്നെ കമൻറ്റ് ബോക്സിൽ വളരെ ഹിംസാത്മകമായിട്ടുള്ള മെസ്സേജുകളൊക്കെ കണ്ട് എൻ്റെ മകള് ഭയപ്പെട്ടുണ്ടായിരുന്നു. അവള് എന്നോട് പോലും ചോദിക്കാതെ ഒരുപാട് മെസ്സേജസ് അവൾ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. അപ്പം അങ്ങനെയൊക്കെ നമുക്ക് വളരെ ത്രെട്ടനിങ് ആയിട്ടുള്ള ആളുകളുടെ പ്രതികരണങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് ആ സമയത്ത്. അതിനു മുമ്പ് ഞാൻ കബീറിൻ്റെ ദോഹകൾ മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തത് കമ്പോസ് ചെയ്തുകൊണ്ടാണ് ഒരു സംഗീത സംവിധാന രംഗത്തേക്കും അത് ആലപിക്കുന്ന രീതിയിലേക്ക്. അത് 2004 2004 തുടങ്ങിയതാണ്. 2004 അതെ, 2004. അതെ, അത് ഇന്നും ഇന്നലും തുടങ്ങിയിട്ടില്ല. പക്ഷേ അല്ല, ഇന്നും ഇന്നലും തുടങ്ങിയതല്ല. ഇപ്പോഴാണ് അത് മനുഷ്യർ ഈ ഒരു ഹൂ ഈസ് ഷീ എന്നുള്ള ചോദ്യത്തിൽ അതിനുള്ള മറുപടിയായിട്ട് പലരും എന്നെ ആരാണ് പുഷ്പാവതി എന്നുള്ളത് അന്വേഷിച്ച് കണ്ടുപിടിച്ച് ജനങ്ങളുടെ മുമ്പിൽ നിങ്ങളൊക്കെ വഴി അത് എത്തിക്കുകയാണ്. അത് വലിയ സന്തോഷമുള്ള കാര്യമാണ്. കാരണം ഞാൻ ഒരുപാട് വർക്കുകൾ ചെയ്തിട്ടുണ്ട് എൻ്റേതായിട്ട്. ഇപ്പൊ കബീറിന്റെ പാട്ട് അതിൽ ആദ്യത്തെ ഗാനം തന്നെ ഇങ്ങനെയാണ്: അപരിചിതനല്ലോ ജഗദീശ്വരൻ, ഈ ജഗത്തിൻ ഈശ്വരൻ, നിങ്ങൾക്കപരിചിതൻ, അലറി വിളിക്കുവതെന്തിന് നിങ്ങൾ, അലറി വിളിക്കുവതെന്തിന്, ബധിരനോ പ്രഭു പ്രപഞ്ചനാഥൻ, അപരിചിതനല്ലോ ജഗദീശ്വരൻ. കാതോർക്കുമിൻ പ്രഭു വെറുമൊരു പുഴുവിൻ്റെ ചെറിയൊരു പദ ചലനത്തിനു പോലും, കാതോർക്കുമിൻ പ്രഭു വെറുമൊരു പുഴുവിൻ്റെ ചെറിയൊരു പദ ചലനത്തിന് പോലും, അപരിചിതനല്ലോ ജഗദീശ്വരൻ, ഈ ജഗത്തിൻ ഈശ്വരൻ, നിങ്ങൾക്കപരിചിതൻ. ഇത്രയും റെലവൻ്റ് ആയിട്ടുള്ള പാട്ടുകൾ ചെയ്തിട്ടുണ്ട്. ഇതുപോലെ ആ ആൽബത്തിലൊരു 9 ഗാനങ്ങൾ ഉണ്ടായിരുന്നു. എവിടെ തിരയുന്നു നീ എന്നെ, അരികിലായി ഉണ്ടല്ലോ ഞാൻ, പള്ളിയിലില്ല, കഅബയിലില്ല, കൈലാസത്തിലില്ല, ആചാരങ്ങളിലില്ല, ഉത്സവങ്ങളിലും ഞാനില്ല, യോഗാസനത്തിലും ഞാനില്ല, ഉപനയനത്തിലും ഞാനില്ല, ശ്വാസങ്ങളുടെ ശ്വാസമാണ് ഈശ്വരൻ, തിരയേണ്ടതില്ല എവിടെയും. അപ്പോൾ നമ്മളൊക്കെ വളരെ സാധാരണപ്പെട്ട മനുഷ്യരാണ്. നമ്മൾക്ക് ഭക്തി എന്നാൽ നമുക്ക് വളരെ കൺസ്ട്രക്റ്റീവായിട്ട് നമ്മളെ നിലനിർത്താൻ വേണ്ടിയിട്ടുള്ള ഒരു കച്ചിത്തുരുമ്പാണ് ഭക്തി. അതിനപ്പുറം അമ്പലത്തിലും പള്ളിയിലോ കഅബയിലോ കൈലാസത്തിലോ ഒന്നല്ല, നമ്മുടെ ശ്വാസങ്ങളുടെ ശ്വാസമാണ് ഈശ്വരൻ എന്നാണ് കബീർ അന്ന് പറഞ്ഞു വെച്ചിട്ടുള്ളത്. അത് നൂറ്റാണ്ടുകൾക്ക് മുമ്പ്, എനിക്ക് തോന്നുന്നു 14-ാം നൂറ്റാണ്ട് ആ സമയത്തൊക്കെയാണ്. അപ്പോൾ അത്തരത്തിലുള്ള വർക്കുകളൊക്കെ ഞാൻ 2004 മുതലേ ചെയ്തു തുടങ്ങിയിട്ടുണ്ട്. അതിനുശേഷം ശ്രീനാരായണ ഗുരുവിൻ്റെ ആത്മോപദേശ ശതകം, ദൈവദശകം, അനുകമ്പാദശകം, കുണ്ടലിനി പാട്ട്, ഭദ്രകാളി അഷ്ടകം, നവരത്നമഞ്ജരി, സദാചാരം, ഇങ്ങനെ ഒട്ടനവധി ഗുരുകൃതികൾ, അതുപോലെ പിന്നെ ഗുരുവിൻ്റെ തന്നെ തേവാരപതികം തമിഴിലുള്ള. അപ്പോൾ അങ്ങനെയൊക്കെ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ പൊയ്കയിലപ്പച്ചൻ്റെ കാണുന്നീലൊരക്ഷരവും എൻ്റെ വംശത്തെ പറ്റി, കാണുന്നുണ്ട് അനേക വംശത്തിൻ ചരിത്രങ്ങൾ, പാരിലുള്ള ചരിത്രങ്ങൾ ഓരോന്നും പരിചിന്തനം ചെയ്തിടുക 2 വംശത്തെ, കാണുന്നില്ല കാണുന്നില്ല കാണുന്നീലൊരക്ഷരവും എൻ്റെ വംശത്തെ പറ്റി, കാണുന്നുണ്ട് അനേക വംശത്തിൻ ചരിത്രങ്ങൾ. അതുതന്നെയാണല്ലോ നമ്മുടെ ചരിത്രം ലോകത്ത് അടയാളപ്പെടുത്തപ്പെടുന്നില്ല. ഇതാണ് അതിന്റെ ബേസിക് ആയിട്ടുള്ള കോസ്. അതാണ് ഞാൻ പിന്നെ നിയമസഭയിലായാലും ഉയർത്താനുള്ള ഒരു കാരണം. തീർച്ചയായിട്ടും എനിക്ക് ചോദിക്കാനുള്ള താങ്കളുടെ പ്രതിഷേധം താങ്കൾ അറിയിക്കുമ്പോൾ നേരത്തെ ഒന്ന് പറഞ്ഞിരുന്നില്ലേ,
നേരത്തെ ഒന്ന് പറഞ്ഞിരുന്നില്ലേ, മകൾ കുറേ കമൻസ് പേടിപ്പിക്കുന്ന അല്ലെങ്കിൽ ഭയപ്പെടുത്തിക്കൊണ്ടുള്ള കമൻസ് ഡിലീറ്റ് ചെയ്ത് കളയുന്നു. നമ്മളൊരു പ്രതികരണം നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാകും, ഒരു പ്രതിഷേധം ഉണ്ടാകുമ്പോൾ തിരിച്ചവിടെ നിന്നും ഉണ്ടാകാവുന്ന കാര്യങ്ങൾ അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കാറേ ഇല്ല. ഇപ്പോൾ താങ്കൾ നേരത്തെ പറഞ്ഞത് പേടിപ്പെടുത്തുന്നതാണെങ്കിൽ, ഭീഷണിപ്പെടുത്തുന്നതാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു പുച്ഛസ്വരത്തിൽ ആരാണ് പുഷ്പവതി എന്ന് ചോദിക്കുന്ന ഇത്തരം മറു ചോദ്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ മനസ്സെപ്പോഴെങ്കിലും ഒന്ന് വിഷമിച്ചിട്ടുണ്ടോ? വിഷമൊന്നുമില്ല. എനിക്ക് അതിന് മറുപടി പറയാൻ പറ്റിയല്ലോ. ഞാൻ പുഷ്പവതി എന്ന്, എനിക്ക് ആരാണ് പുഷ്പവതി എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പുഷ്പവതി, എൻ്റെ പേര് പുഷ്പവതി എന്നാണെന്ന് ഞാൻ അവിടുന്ന് വിളിച്ചു പറഞ്ഞല്ലോ. വരും വരായികളെ കുറിച്ചൊന്നും ഞാൻ ചിന്തിച്ചില്ല. അതെൻ്റെ ഒരു ബേസിക് ആയിട്ടുള്ള ഒരു കാഴ്ചപ്പാടാണ്. നമ്മൾ ഒരു എന്താ പറയുക, ഒരു റിഫ്ലക്സ് ആക്ഷനാണ് ആ സമയത്ത്. അപ്പം നമ്മുടെ കണ്ണിലേക്ക് എന്തെങ്കിലും കൊള്ളാൻ വരുമ്പോൾ അറിയാതെ നമ്മൾ തട്ടിപ്പോവില്ലേ, മാറ്റില്ലേ? അതാണ് അന്ന് സംഭവിച്ചത്. പിന്നീട് അതിൻ്റെ എന്താ പറയുക, വരും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പിന്നീട് വരും. അപ്പം നമ്മൾ എന്താ ചെയ്യുക? ഞാൻ അങ്ങനെ ഒരു വ്യക്തിയാണ്, ഞാൻ മോൾഡ് ചെയ്യപ്പെട്ടിട്ടുള്ളത് അങ്ങനെയാണ്. സംഗീത ലോകത്തേക്ക് എത്തിയപ്പോഴും മുൻപ് അഭിമുഖങ്ങളിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഒരുപാട് പോരാടിയാണ് ഈ ഒരു രംഗത്തേക്ക് വന്നത്. ഒരു ക്ലാസിക്കൽ സംഗീതം പഠിച്ചു വന്ന ആളെ വീണ്ടും വേറൊരു ജോണറിലേക്ക് മാത്രം പാടാൻ വിളിക്കുന്ന, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ. നമ്മൾ പുഷ്പവതി എന്ന് പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് ചെമ്പാവ് പുന്നലിൻ ചോറ് എന്നുള്ള പാട്ടാണ് നമുക്ക് ഓർമ്മ വരുന്നത്. പക്ഷേ ഇപ്പോൾ നമ്മൾ കൂടുതൽ അറിയുമ്പോൾ നേരത്തെ തന്നെ ഈ സംഗീത സംവിധാന രംഗത്തേക്ക് എത്തി ശ്രീനാരായണ ഗുരുവിനെയും കബീറിനെയും ഒക്കെ സംഗീതമാക്കി ആളുകളിലേക്ക് എത്തിക്കാൻ ഒരുപാട് പ്രയത്നിച്ച ഒരാളാണെന്നൊക്കെ അറിയുമ്പോൾ നേരത്തെ ഇതിൽ നിന്നൊരു മാറ്റം, വലിയൊരു മാറ്റം വരുന്നുണ്ട് എന്ന് തോന്നുന്നുണ്ടോ താങ്കൾക്ക്? വരാനുള്ളത് വഴി തങ്ങില്ലേ, അത് വന്നേ തീരുള്ളൂ. അതിനെക്കുറിച്ച് ഇപ്പോൾ എനിക്ക് പ്രത്യേകിച്ച് സങ്കല്പങ്ങളൊന്നുമില്ല. നമ്മൾ വർത്തമാനകാലത്തിൽ നമ്മുടെ എന്താ പറയുക, അന്നുള്ള കാര്യങ്ങളിൽ മുഴുകി അതിനെ അഡ്രസ്സ് ചെയ്യുക എന്നുള്ളത് മാത്രമേ ഞാനിപ്പോൾ ചിന്തിക്കണുള്ളൂ. മറ്റ് വരാനുള്ളതൊക്കെ വഴി തങ്ങില്ല, അത് വരും, അതെന്തായാലും വരുമല്ലോ. ഈ സിനിമാ പിന്നണി ഗാനരംഗത്ത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? എനിക്ക് മതിലുകൾ തകർത്തെറിഞ്ഞ, തീർച്ചയായിട്ടും അതിനെക്കുറിച്ച് പറയും, ഞാൻ ചോദിക്കാനിരിക്കുകയായിരുന്നു. അതായത് ഇപ്പോൾ നാരായണ ഗുരുവിന് ശേഷം ഞാൻ പാടിയൊരു പാട്ടായിരുന്നു. 2019 തോന്നുന്നു, നമ്മളെ ശബരിമല ഇഷ്യൂ ഉണ്ടായ സമയത്ത് ഇവിടെ മൊത്തം ഭയങ്കര കലാപ അന്തരീക്ഷമായിരുന്നു കേരളം ഒട്ടുക്ക്. അതിനെ മറികടന്നത് എൻ്റെ ഗാനം കൊണ്ടാണെന്ന് എനിക്ക് അഭിമാനപൂർവ്വം പറയാൻ പറ്റും. എത്രയെത്ര മതിലുകൾ തകർത്തെറിഞ്ഞ കേരളം, എത്രയെത്ര കതിരുകൾക്ക് വിത്തെറിഞ്ഞ കേരളം. അങ്ങനെ ഒരു കേരളമാണ് നമ്മുടെ കേരളം. അത് അങ്ങനെ വിട്ടുകൊടുക്കാൻ പറ്റില്ല. പിന്നെ ഇതൊക്കെ ഞാൻ പറയുമ്പോൾ എന്നെ ഒരു പോരാട്ട ഗായികയാക്കി മാറ്റും. ഇതാണൊരു വിഷയം. ഞാൻ ഇഷ്ടപ്പെടുന്ന ഒരു സംഗീത മേഖല വേറെ ഇങ്ങനെ വാസ്റ്റായിട്ട് കിടക്കുകയാണ്. അതിൽ കർണാടക സംഗീതമുണ്ട്, ഹിന്ദുസ്ഥാനി സംഗീതമുണ്ട്, സൂഫി സംഗീതമുണ്ട്. ഇപ്പോൾ കബീറിൻ്റെ ഗാനം തന്നെ ഒരു സൂഫി ലൈനിലാണ് ഞാൻ അത് സംഗീതം ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഖുറാൻ്റെ സാരസംഗ്രഹം, ഇതെല്ലാം ഞാൻ ആ ഒരു സൂഫി സംഗീതത്തിൻ്റെ ശൈലിയിലാണ്, ആ ഒരു ജോണർ പിടിച്ചിട്ടാണ് കമ്പോസ് ചെയ്തിട്ടുള്ളത്. എനിക്ക് എല്ലാ ജോണറും വഴങ്ങും. നാടൻപാട്ട് മാത്രമൊന്നുമല്ല. ഞാൻ നാടൻപാട്ട് പ്രാക്ടീസ് ചെയ്തിട്ടില്ല, ഒന്നാമത്തെ കാര്യം. പക്ഷേ എന്നെ കണ്ടാൽ ഞാൻ നാടൻപാട്ടുകാരിയാണെന്ന് പറയുന്ന ഒരു രാഷ്ട്രീയം ഉണ്ടല്ലോ, അതിനെയാണ് ജാതി എന്ന് പറയുന്നത്. അതിൽ ഇപ്പോഴൊരു മാറ്റം വന്നിട്ടില്ല എന്നാണ് പറയുന്നത് അല്ലേ? അതിൽ മാറ്റം വരുമോ വരില്ലേ നോക്കാറില്ലേ. ഞാൻ എനിക്കുള്ള പാട്ട് ഞാൻ തന്നെ കമ്പോസ് ചെയ്യല്ലേ. എനിക്കിഷ്ടം പോലെ അവസരമാണ് ഞാൻ തന്നെ കണ്ടെത്തി. ഞാൻ വിചാരിക്കായിരുന്നു, ഇത്രയൊക്കെ അവസരങ്ങൾ എനിക്ക് ഉണ്ടല്ലേ എന്ന്. അതായത് ഒരുപാട് പ്രോജക്റ്റുകൾ എനിക്ക് മുമ്പേ ഉണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഞാൻ മാധവിക്കുട്ടിയുടെ പ്രണയ ഗാനങ്ങൾ കമ്പോസ് ചെയ്തു. നീ എൻ കനി പ്രിയനേ ഞാൻ നിൻ കനി, കത്തിയമർന്ന കനൽ പോലെ, കത്തിയമർന്ന കനൽ പോലെ ശയിച്ചു നീ എൻ ഉടൽ മേലെ, നീ
അതിൽ തന്നെ ഒരു 4-5 പാട്ടുകളുണ്ട്. ഒരെണ്ണം ഇങ്ങനെയാണ്: അറിയുന്നു പ്രിയനേ നിൻ പ്രണയം, ഒഴിഞ്ഞ കടലാസു കൂടെന്ന്, അറിയുന്നു പ്രിയനേ നിൻ പ്രണയം, ഒഴിഞ്ഞ കടലാസു കൂടെന്ന്, സൗവർണശീല പൊതിഞ്ഞു നീ നീട്ടും, സൗവർണശീല പൊതിഞ്ഞു നീ നീട്ടും, ശുഷ്കമാം സമ്മാനമെന്ന്, ശുഷ്കമാം സമ്മാനമെന്ന്. ഇങ്ങനെ ഇതിൽ ഇനിയും കുറേ പാട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ എനിക്ക് നമ്മുടെ സൗഹൃദങ്ങളുമായിട്ടുള്ള സംവേദനങ്ങളിൽ കൂടി രൂപപ്പെടുന്ന പ്രോജക്റ്റുകളാണ്. നാരായണ ഗുരു ആയാലും പൊയ്കലപ്പച്ചനെ എൻ്റെ ഒരു സുഹൃത്ത് വീട്ടിൽ വന്നപ്പോൾ എൻ്റെ അടുത്ത് ചോദിക്കുക, പുഷ്പ പൊയ്കലപ്പച്ചനെ ശ്രദ്ധിച്ചിട്ടില്ലേന്ന്. ഞാൻ അതുവരെ അറിഞ്ഞിട്ട് പോലും ഇല്ല അദ്ദേഹത്തിനെ. അതൊരു 10 വർഷം മുമ്പാണ്. 10 വർഷം, ഏകദേശം ഒരു 10 വർഷം ആയിട്ടുണ്ടാവും. അപ്പോഴാണ് എന്നിട്ട് ഞാൻ പിന്നെ പൊയ്കലപ്പച്ചൻ്റെ പുസ്തകം തേടിപ്പിടിച്ച് കണ്ടുപിടിച്ച് പിന്നെ സാഹിത്യ അക്കാദമിയിൽ നിന്നെല്ലാം നോക്കിയെടുത്ത് അങ്ങനെ എനിക്കുള്ള വർക്കുകൾ ഞാൻ തന്നെ തേടി പിടിച്ച് കണ്ടുപിടിക്കും. എത്ര നല്ല വർക്കായിരുന്നു അത്. അപ്പോൾ എൻ്റെ മുമ്പിൽ അവസരമില്ല എന്ന് ഇപ്പോൾ പറയാൻ പറ്റില്ല, കാരണം നിറയെ അവസരങ്ങളുണ്ട് എനിക്ക്. ഞാൻ അതൊക്കെ കമ്പോസ് ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെയല്ലേ ഒരു മ്യൂസിഷ്യൻ എന്ന് പറഞ്ഞാൽ സംഗീത സംവിധാനം, പാട്ട്, ലിറിക്സ്, ഇതിനെയാണ് മ്യൂസിഷ്യൻ എന്ന് പറയുന്നത്. അല്ലാണ്ട് ഇപ്പോൾ ഒരാൾ എഴുതിയിട്ട് വേറൊരാൾ കമ്പോസ് ചെയ്തിട്ട് വേറൊരു പാട്ടുകാരി പാടുന്ന അതിന് സിംഗർ എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. ഒരു പോസിറ്റീവായിട്ട് തോന്നിയത്, എപ്പോഴും പോസിറ്റീവായി സംസാരിക്കുന്ന ഒരാളെന്ന നിലയിൽ എനിക്ക് കഴിഞ്ഞ ദിവസം തോന്നിയൊരു കമൻറ്റ് താങ്കൾ പറഞ്ഞത്, ഇങ്ങനെ വിഷമം തോന്നിയില്ലേ, അല്ലെങ്കിൽ അവരെ ഇങ്ങനെ പറഞ്ഞപ്പോൾ എന്ത് തോന്നി എന്ന് ചോദിച്ചപ്പോൾ അവരെന്നെ അറിയണ്ട, പുതിയ തലമുറ അറിഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ അതിലുള്ളൊരു പോസിറ്റിവിറ്റി ഞാൻ അതിൽ മനസ്സിലാക്കുന്നു താങ്കളുടെ. എന്താണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്? പുതുതലമുറ ഈ കാര്യങ്ങളോടൊക്കെ കൂടുതൽ മനസ്സിലാക്കി പെരുമാറുന്നുണ്ട് എന്ന്, അല്ലെങ്കിൽ പഴയ ജാതി വ്യവസ്ഥയൊന്നും അവർക്ക് അറിയേയില്ല, അങ്ങനെയാണോ? അല്ല, എൻ്റെ അച്ഛൻ ഒരു ജാതി, അമ്മ വേറൊരു ജാതി. എൻ്റെ മകൾക്ക് അറിയില്ല അവള് ഏത് വിഭാഗത്തിലാണ് പെടുന്നതെന്ന്. അപ്പോൾ എൻ്റെ അച്ഛൻ ഒരു പാണർ സമുദായത്തിൽ പെട്ടതായതുകൊണ്ട് ഞാൻ അച്ഛൻ്റെ ജാതിയിലാണ് അറിയപ്പെട്ടത്. എൻ്റെ അമ്മയുടെ കുടുംബം നമ്മളെ മാറ്റി നിർത്തിയിട്ടാണ്. എനിക്ക് എൻ്റെ അമ്മയുടെ കുടുംബം ആരാണ് എന്താണെന്ന് പോലും അറിയില്ല. കാരണം അവരായിട്ട് യാതൊരു തരത്തിലുള്ള കൂടിച്ചേരലുകളും ഉണ്ടായിട്ടില്ല. അപ്പോൾ ഈ പുതിയ തലമുറയിലെ കുട്ടികൾക്ക് ജാതിയെക്കുറിച്ചിട്ട് അത്ര വലിയ അറിവില്ലെങ്കിലും ഇപ്പോൾ ഓരോ കുട്ടികളുടെ പേരിൻ്റെ കൂടെ അവരുടെ അച്ഛൻ അല്ലെങ്കിൽ അവരുടെ അമ്മ രജിസ്റ്ററിൽ വാല് ചേർത്തിട്ടാണ് ഇപ്പോൾ വിടുന്നത്. എന്തിനാണ് ഈ വാല് എന്നുള്ള കുട്ടികൾക്കൊന്നും അറിയില്ല. ഇനി അത് മുതിരുമ്പോൾ അവർക്ക് വിവരം വയ്ക്കുമ്പോഴായിരിക്കും അറിയാം. അല്ല, സ്വയം അയ്യോ എന്തിനാ ഈ വാല് എന്ന് അവർക്ക് തോന്നാം. ഈ എന്താ പറയാ, അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചൂടെ അല്ലേ? തീർച്ചയായിട്ടും. നേരത്തെ എത്ര മതിലുകളൊന്ന് പറഞ്ഞാണ് പോയത്. ഞാനൊരു പോരാട്ടത്തിന്റെ പാട്ടുകാരി ആകുന്നു എന്നൊക്കെ പറഞ്ഞാൽ ബ്രാൻഡ് ചെയ്യപ്പെടുകയല്ല എങ്കിൽ പോലും അത് ആ ശബ്ദത്തിൽ ഉറക്കെ കേൾക്കുമ്പോൾ മനസ്സിലിങ്ങനെ ഒരു എന്താ പറയാ, രോമാഞ്ചമൊക്കെ നമുക്ക് വരും. അപ്പൊ ആ പാട്ടൊന്ന് നമുക്ക് പാടാം അവസാനിപ്പിക്കുന്നതിന് മുൻപ്, കാരണം ഇപ്പോൾ അത് ആപ്റ്റാണെന്ന് തോന്നുന്നു. എത്രയെത്ര മതിലുകൾ തകർത്തെറിഞ്ഞ കേരളം, എത്രയെത്ര കതിരുകൾ കുവിത്തെറിഞ്ഞ കേരളം, രാജപാതയിൽ കുതിച്ച വില്ലുവണ്ടി കണ്ടു നാം, രാജപാതയിൽ കുതിച്ച വില്ലുവണ്ടി കണ്ടു നാം, പന്തി ഭോജനങ്ങളിൽ നടുങ്ങി നിന്ന നാളുകൾ, എത്രയെത്ര മതിലുകൾ തകർത്തെറിഞ്ഞ കേരളം, എത്രയെത്ര കതിരുകൾ കുവിത്തെറിഞ്ഞ കേരളം. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യ
മാറ്റുവിൻ ചട്ടങ്ങളെ, മാറ്റുവിൻ ചട്ടങ്ങളെ, മാറ്റുവിൻ ചട്ടങ്ങളെ. കേട്ടുണർന്ന കേരളം ചണ്ടാല ഭിക്ഷുകി നീർ കൊടുത്ത കേരളം, പ്രളയ ദുരിതം കൊണ്ടുവന്ന മഴയെ കണ്ട കേരളം, അതിജീവനത്തിന്റെ സ്നേഹമാണ് കേരളം. തീർച്ചയായിട്ടും താങ്ക് യു സോ മച്ച്. ഒരുപാട് ചോദ്യങ്ങൾ ഉറക്കെ ചോദിക്കാൻ ഇനിയും ശബ്ദമുണ്ടാകട്ടെ അല്ലേ? എന്തോ കേട്ടില്ല, ഒന്നുകൂടെ പറയാമോ? അല്ല, നമ്മൾക്ക് സ്നേഹം കൊണ്ട് മാത്രമേ അതിജീവിക്കാൻ പറ്റുള്ളൂ എന്ന് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. തീർച്ചയായും തീർച്ചയായും ഒരുപാട് ഉറക്കെ ഇനിയും ചോദ്യങ്ങൾ ചോദിക്കാൻ കഴിയട്ടെ, അത് ഏത് വേദിയിലാണെങ്കിലും. എല്ലാവിധ ആശംസകളും. താങ്ക് യു സോ മച്ച്. ന്യൂസ് 3 പൂർണ്ണമാകുന്നു. നമസ്കാരം.